പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ യുവതലമുറയ്ക്കിടയിലും പ്രചാരണം ശക്തമാക്കി എൻ.ഡി.എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. ജെൻസി തലമുറയുമായി സ്ഥാനാർത്ഥി സംവാദം നടത്തി. ആറന്മുള മാലക്കരേത്ത് റിസോർട്ടിലാണ് സംവാദം സംഘടിപ്പിച്ചത്. സംവാദത്തിൽ പ്രധാന വിഷയമായത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുമെന്ന് അവകാശപ്പെടുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിയെക്കുറിച്ചായിരുന്നു കുട്ടികൾക്ക് കൂടുതലും അറിയേണ്ടിയിരുന്നത്. ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവരാൻ 12,000-ഓളം ഏക്കർ വരുന്ന പാടശേഖരങ്ങൾ നികത്തേണ്ടി വരുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാത്ത ഇടങ്ങൾ കണ്ടെത്തി വേണം കണക്ടിവിറ്റി ഒരുക്കാൻ. പത്തനംതിട്ടയിൽ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ആറന്മുളയെ തന്നെ അതിന് തിരഞ്ഞെടുക്കാൻ കാരണമെന്താണെന്നും അദ്ദേഹം ചോദിച്ചു. വിമാനത്താവളത്തോടുള്ള വിരോധമല്ല, മറിച്ച് വിമാനത്താവളം വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കുമുണ്ടാകുന്ന ആഘാതമാണ് അത്തരമൊരു പദ്ധതിയെ എതിർക്കാൻ കാരണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അത് വളരെ ആവശ്യമാണ്. കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, തമ്മിൽ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഏതൊരു ജനതയുടെയും വികസനത്തിന് ആവശ്യമാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത, ജനജീവിതത്തെ അത് ബാധിക്കാത്ത, പ്രതികൂലമായി ബാധിക്കാത്ത ഇടങ്ങൾ കണ്ടെത്തണം. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഇടങ്ങൾ ധാരാളമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തു? അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? ഈ 12,000-ഓളം ഏക്കർ വരുന്ന പാടശേഖരം നികത്തി വിമാനത്താവളം പണിയുമ്പോൾ ഉണ്ടാകാവുന്ന പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് പുറമെ നാട്ടിലെ യുവതീ യുവാക്കൾക്കായി എന്താണ് ചെയ്യാൻ കഴിയുക എന്നും കുട്ടികൾ ചോദിച്ചു. മണ്ഡലത്തിലെ വികസന സാധ്യതകൾ, ജയിച്ചാൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും കുട്ടികൾ ചോദ്യങ്ങൾ ഉയർത്തി. കുട്ടികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി കുട്ടികളോടൊപ്പം സമയം പങ്കിട്ട ശേഷമാണ് സംവാദം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.